ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ടിഷ്യൂവിൽ കാണുന്ന എല്ലാ കാർബൺ കോമ്പൗണ്ടുകളെ ഒരുമിച്ച് പറയുന്ന പേരാണ് ബയോമോളിക്യൂൾസ്. ലിവിങ് ഓർഗാനിസത്തിൽ നമുക്ക് എന്തും കൂടി ഉണ്ട്, ഇനോർഗാനിക് എലിമെന്റുകളും ഇനോർഗാനിക് കോമ്പൗണ്ടുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഇനോർഗാനിക് പദാർത്ഥങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നത്. നമുക്കൊരു സ്മോൾ എമൗണ്ട് ഓഫ് ലിവിങ് ടിഷ്യൂ എടുക്കുക, എന്നിട്ട് നമ്മൾ അതിന് എന്താണ് ചെയ്യുന്നത്, ഉണക്കാൻ പോവാണ്, ഡ്രൈ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് സംഭവിക്കുക, അതിലുള്ള എല്ലാ വെള്ളവും ഇവാപറേറ്റ് ചെയ്ത് പോകും. ബാക്കി വരുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഡ്രൈ വെയിറ്റ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ അതിന് ഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, കത്തിക്കാൻ പോവാണ്. അപ്പൊ അതിലെ കാർബൺ പദാർത്ഥങ്ങളൊക്കെ ഓക്സിഡേഷൻ സംഭവിച്ച് എന്തായിട്ട് മാറും, ഗ്യാസസ് ഫോം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആകും, ഹൈഡ്രോജൻ H2O അല്ലെ, അങ്ങനെയൊക്കെ ആയിട്ട് മാറും. ബാക്കി വരുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആഷ്. ഈ ആഷിലാണ് നമുക്ക് എന്തുള്ളത്, ഇനോർഗാനിക് ആയിട്ടുള്ള എലിമെന്റുകളും കോമ്പൗണ്ടുകളും. എലിമെന്റുകളൊക്കെ എക്സാമ്പിൾ ആണ് കാൽഷ്യം, മെഗ്നീഷ്യം എന്നിവ. കോമ്പൗണ്ടുകളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ സൾഫേറ്റ്, ഫോസ്ഫേറ്റ്. ഈ കോമ്പൗണ്ടുകളുടെ പ്രത്യേകത എന്താ, ആസിഡ് സോലുബിൾ പോലും നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എലിമെന്റൽ അനാലിസിസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലിവിങ് ഓർഗാൻസ് എലിമെന്റൽ എന്താ പറയുക, കോമ്പോസിഷൻ ആണ് കിട്ടുക. അതായത് ഹൈഡ്രജൻ ഇത്രയും, ഓക്സിജൻ, ക്ലോറിൻ, കാർബൺ. പക്ഷെ നമ്മൾ കോമ്പൗണ്ട് അനാലിസിസ് ചെയ്ത് നോക്കിയാലാണ് അതിൽ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് കോമ്പൗണ്ടുകളെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരുപാട് എന്താ ഫങ്ഷണൽ ഗ്രൂപ്പുകളായിട്ട് ആൽഡിഹൈഡ്, കീറ്റോൺ, ആസിഡ്സ്, അരോമാറ്റിക് കോമ്പൗണ്ടുകളൊക്കെ കിട്ടും. പക്ഷെ ഒരു ബയോളജിസ്റ്റിന്റെ